ചെയ്യാനൊന്നുമില്ല. അടുത്തടുത്ത് ഷോപ്പിങ്ങിൻ്റെ പരിപാടിയായിട്ട് പോകുന്ന മുമ്പ് ഒന്ന് ഫ്രഷപ്പായിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് സമയമായില്ലാന്ന് തോന്നുന്നു. സമയത്ത് 8:40 എന്നിട്ട് ഹോട്ടൽസൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ ഷേണാസ് സ്റ്റോപ്പിൽ പോവുക. അവിടെ റിച്ച് ഹോട്ടൽസ് കുറേ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ബാഗ് കോമഡി ആയിട്ട് എന്തിനാ ബാഗ് വെച്ച് എല്ലാവരും ഇടിച്ചെടുത്ത് പോണേ? ഇതിപ്പോ ആരെ ചാനല എടേ എന്തോ ചുമ്മാ എല്ലാത്തിലും അടി വെക്കണേ. ഇതൊക്കെ ആരത് കൂട്ടിയിട്ട് പോയിട്ട് വാങ്ങി തന്നെയാ ഒന്നുമേ ഇല്ല. പറഞ്ഞാൽ ഇല്ല അത് വേറെ കൊണ്ട് കുറച്ച് എന്താ കഴിക്കാൻ പറ. ആക്ച്വലി കുറച്ച് അതാണ് പറയുന്നത് സംഭവം. ആക്ച്വലി ഇത് വന്നിട്ട് ഉഴുന്ന് വടയെന്നാണ് പറയുന്നത്. ഉഴുന്ന് വടയാണോ പേപ്പർ റൈറ്റാണോ ഒരു പിടിയില്ല. ഇത്രയും കട്ടിയുണ്ട്. പിന്നെ വലിയ കട്ടികളാണ് കഴിക്കാൻ പറ്റും. ട്രൈ ചെയ്യുക. നിങ്ങളെല്ലാം കഴിക്കുന്നത് നമ്മളെ ചാനൽ വെച്ച് എക്സ്പെരിമെന്റ് ആണ്. എക്സാക്ട്. എല്ലാത്തിനും മുമ്പ് ഒരു പ്രാക്ടീസ് വേണ്ടേ അല്ലേ? ആ ശരിക്കും പറഞ്ഞാ കഴിക്കുമ്പോ ശല്യം ചെയ്യല്ലേ ഇങ്ങോട്ട് പോയി. ഒരു പള്ളിയാടി എന്നൊരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ബ്ലോഗർ ഡാൻസർ എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. പ്ലീസ് മൂവ് ദാറ്റ് സ്റ്റെപ്പ്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ചോദിച്ചാ ഡീസൻറ്റ്. ഒരു ദോശ കിട്ടി 5 മിനിറ്റ് പോലും തികച്ചായില്ല. നോക്കണം ആടിച്ച് കയറ്റിയാൽ ഇപ്പൊ കഴിക്കുമ്പോൾ സൂം വെക്കും. ഞാൻ പ്രകാശിനെ പേർപ്പാസെന്നാണ് വിചാരിച്ചത്. അയ്യോ ഓ മൈ ഗോഡ്, ഡീസൻ്റ് ആണോ? ഓ മൈ ഗോഡ്. ഓക്കെ എടേ പറഞ്ഞിട്ട് കയറിപ്പോ. എവിടെ പോന്ന്? നമ്മൾ വിശാലിനെ ഫോളോ ചെയ്ത് പോകും. ഇന്നത്തെ നമ്മുടെ ഗൈഡ് വിശാലാണ്. ഗൈഡ് കം എവറിത്തിങ് കം വിശാൽ. നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡേ 2 എറണാകുളം പോട്ടീസ്. എറണാകുളത്ത് മെട്രോയിൽ നിന്ന് ഇറങ്ങി ടീമാട്ടി ആയിരുന്നു ആക്ച്വലി പോകുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ടീമാട്ടി ഓപ്പൺ ചെയ്യാൻ തന്നെ സമയമാകുമ്പോൾ അതിൽ നിന്ന് പോട്ടീസിലോട്ടായി എല്ലാം നമുക്ക് നോക്കിയിട്ട് എല്ലാം
എങ്ങനത്തെ പേട്ടങ്ങൾ വേണം വിചാരിച്ചാൽ അതുപോലത്തെ സാരി സെക്കൻഡ് സാരി ഷാൻഡിൽ വരുന്ന സാരി അടിപൊളി സാരി സോ ഞങ്ങൾ പിന്നെ ബാക്കി പർച്ചേസിന് പയ്യന്മാർ ഫാമിലി ജിഗി ജിഗി ഡ്രസ് ഇതുപോലത്തെ പൂട്ട കളർ കളർ ഷർട്ടൊക്കെ 8 കളറിൽ അവിടുത്തെ ഗോവ ഡ്രസ് ഹെയർ ബ്രേഡ് കളർ കോഴി 60 ഗോപി അത് ചിക്കൻ ഞാൻ എല്ലാം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലൊക്കെ പോകാം നീ തിരിഞ്ഞു നോക്ക് എവിടെ ഇറങ്ങണോ അവിടെ ഇറങ്ങണം. രണ്ട് തന്നെ ഷറാറ ടൈപ്പ് മാളു ഞാൻ ഷറാറ ടൈപ്പ് എടുക്കട്ടാ പല്ലാസോ ക്രോപ്പ് വിത്ത് കൂട്ടി നിനക്ക് നന്നായി ഇവൻ വെളി പണിക്കില്ല വാ ആ ഇപ്പോഴും ടൈഡായ ഇപ്പൊ രാത്രി പറഞ്ഞാൽ ടു സ്റ്റെപ്പ് ബാക്ക്. ആ ഷോൾ എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഷോൾ ഇങ്ങനെ സിമ്പിൾ ആയിരുന്നു അതൊന്നും കിട്ടില്ലടാ മുടിയുടെ കടവുള്ളേ. എന്താ മാളു നോക്കണം ഓക്കെ ക്യാമറ ഓൺ. യെസ് മാളു അതും ഇല്ല മാളു Rolling. ഒന്ന് സ്റ്റാൻഡ് വന്ന് പോട്ട് വരുന്നുണ്ട് ഇല്ലേ അതെന്താ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇപ്പൊ ഇങ്ങനത്തെ വന്നേക്കണം പുതിയ പാറ്റേൺ വന്ന ഇതാണ് ക്യാമറ റോളിംഗ് ആക്ഷൻ. காலையிலேருந்து ஒரு சாரி தான் எடுத்துருக்கோம். 7 கடை வந்தாச்சு. அவளை பாருங்க திரும்ப ஏதோ எல்லா வேலையும் செஞ்சு முடிச்சு எல்லாருக்கும் ட்ரெஸ் எடுத்து கொடுத்து டயர்டாக இருக்கிற மாதிரி ஒரு சாரி எடுத்துருக்கேன். முடியல. ഇത് നമ്മളെ ചാനൽ ഇതിനെ ഞാൻ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീഷർട്ട് എടുക്കാൻ 10 കളറാണ് അതിനപ്പുറമാണ് ഞാൻ എവരി വൺ ഈസ് മാക്സ് മാക്സ് ഈക്വൽ ടു അതുകൊണ്ട് നിഷാദ് വന്നിട്ട് എൻ്റെ മനസ്സിലാവും ഇല്ലേ ശരി കൈ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഹലോ വെൽക്കം ടു മാളു വ്ലോഗ്സ്. ഇതന്നെ ഞാൻ ചോദിച്ചത്. ചേച്ചിയുടെ ബൈസെപ്സ് ഒക്കെ ഉണ്ടോ? ഞാൻ ഇവിടുത്തെ എല്ലാം പറഞ്ഞോ. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ വെക്കും തിരിച്ചു തമിഴിലെ പേസ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ കാണണം ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ട്. ആ റെഡി ഓൾറെഡി ഇങ്ങനെ വരുന്നത് ഓ ഇരിക്കുന്നതാ. ഓക്കെ വൺസ് മോർ ടിക്കറ്റ് പോലും ഔട്ട് ഓഫ് കണ്ടന്റ്. തുറക്ക് ഓൺലൈൻ
ക്ലാസ് അല്ല ഒരു ക്ലാസ് ആടി. നാളെ കേളുമാണ് ഓൺലൈൻ എങ്ങനെ ഇരിക്കും ഡാൻസ് ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കും നീ പറഞ്ഞ നീ ക്ലാസ് അറ്റൻഡ് അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നത് You Buffalo, you told me that you have a class today yesterday, but you didn't tell me that how it was. You didn't ask me, man. I told you like it was over and we are going to have lunch and you didn't. ഒരു you didn't ഓള ask me. ഹെച്ചാർ You didn't ഒന്നും ask me. അറിഞ്ഞുകൂടാ. A to Z മാത്രം റിവേഴ്സ് പറഞ്ഞു നോക്കട്ടെ. Z SW, UPSRTB, NM, LKJ. എനിക്ക് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നീ ഇഷ്ടത്തിന് പറയുന്നു. I know, man. നിനക്ക് അതിനെ എനിക്ക് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നീ ഇഷ്ടത്തിന് പറയുന്നു. I know. വെള്ളം കുടിക്കാൻ സമ്മതിക്കാൻ പറ്റും. നാടകം ഇടിക്കും. കമോൺ, ഞാൻ നിങ്ങൾക്ക് തുള്ളി കളിക്കണ കുഞ്ഞു പുഴുവിനെ കാണിച്ചു തരാം. ഫോളോ ചെയ്യൂ, പെട്ടെന്ന് ചെയ്യൂ. തുള്ളി കളിക്കണ കുഞ്ഞു പുഴു, തുള്ളി കളിക്കണ കുഞ്ഞു പുഴു, തുള്ളി കളിക്കണ കുഞ്ഞു പുഴു, തുള്ളി കളിക്കണ കുഞ്ഞു പുഴു. കുഞ്ഞു പുഴു നിൽക്കുന്നില്ല, കുഞ്ഞു പുഴു വിട്ടുപോകുന്നു. എന്റെ ദേഹത്ത് അരിഷ്മ ബാധ കളിക്കുന്നു. യെസ്, അമ്മുന്റെ ബാധ അളിയന്റെ ദേഹത്ത് കയറുകൊണ്ട് അളിയൻ നടക്കുന്നതാണ്. ഓക്കെ, എങ്ങനെ അളിയ നേരെ നടന്ന് കാണിച്ചോളൂ, എല്ലാവരും കാണട്ടെ. നേരെ നടക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ അമ്മു നടക്കുന്ന പോലെ നടന്നു തുടങ്ങിയില്ല. അവർ എമോഷണലി ഡിപ്രസ്ഡ് ആകുമ്പോഴേക്കും ഒരു വൃത്തിയായിട്ട് വാക്കുണ്ടാവും. യെസ്, അളിയ ഫേസ് കാണുന്നില്ല, എക്സ്പ്രഷൻ കാണുന്നില്ല. അളിയ ഇങ്ങോട്ടോ, ഫ്രണ്ടിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെയൊക്കെ തെറ്റുകളും. ഓക്കെ, അമ്മുന് ഇന്റർവ്യൂ. യെസ്, ഓക്കെ, അമ്മുന് വല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ ഉള്ള ഹാപ്പി ഫേസ്, ഹാപ്പി വാക്ക്. ഇത് അന്യൻ അമ്മി പോലെ. ഓക്കെ, അമ്മുന് ഒന്നും കിട്ടാത്തുള്ള സാഡ് ഫേസ്. അത് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. കണ്ടില്ല, അന്ന് നമ്മള് ഡ്രസ് എടുക്കാൻ പോയി അതല്ല ഞാൻ ആദ്യം സാരി കിട്ടിയില്ല. ഇത് പറയില്ലേടി അങ്ങനെ ഒരു ഗെയിം ആയിട്ട് വെച്ചിരിക്കും. അതിന്റെ കാല് ഇത് കുറവാണ്. മാഡം മാച്ചാച്ചോ റെഡ് എടുക്ക്. ഓക്കെ പോതും. ഓക്കെ, നമ്മൾ ഇതിനാണ് വന്നത്. നമ്മളിപ്പോ നമുക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. കിട്ടണ എല്ലായിടത്ത് കഴിക്കാം. ഇതാണ് ഓഫർ. 800 രൂപയ്ക്ക് 300 രൂപയ്ക്ക് 800 രൂപയ്ക്ക് എന്ത് വേണം എടുക്കാം. 361 എന്ത് വേണം എടുക്കാം. യെസ്, അതുകൊണ്ട് നമ്മൾ കിട്ടണതെല്ലാം എടുത്തോണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഇപ്പൊ വീഴുന്നു താഴെ. ഡാർക്ക് ഫാന്റസി. അതാർക്ക് വേണം? ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തൊരു ജന്തു ഇതാ പോകുന്നു. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ജന്തു പീസ് അരി വേണോ? ഇതാ നടക്കണം, തുള്ളി കളിക്കുന്ന. വേണ്ട. എവിടെയാ ഇരിക്കണേ? എൻ്റെ മോൻ്റെ കല്യാണമാണ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. എവിടെയാണ്?
പിന്നെ എറണാകുളം. എറണാകുളത്തിൽ എവിടെയാണ്? അയ്യോ, കഥയുടെ പേര് ജയലക്ഷ്മി. ജയലക്ഷ്മിയിൽ എന്താണ് നോക്കിയത്? ഇത് ചുമ്മാ ഇന്റർവ്യൂ. മാമിക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? എനിക്ക് റിസപ്ഷനിൽ എടുത്തു തന്നില്ല. ഓക്കെ. അപ്പൊ എന്താ വേണ്ട എടുക്കണേ? അവനെടുത്തില്ല, അവൻ്റെ ഇഷ്ടം. ഓക്കെ. അയ്യോ, ഈ കല്യാണ പർച്ചേസ് ഇത്രയും ഹൊറിബിൾ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തുവാ ഇത്? ഒന്നും സെറ്റാവുന്നില്ല എന്നല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടില്ല. എല്ലാ കടകളും കയറി ഇറങ്ങണം. ഓരോ കടയിൽ നിന്നും ഓരോന്ന് എടുക്കുന്നുണ്ട്. എവിടെ നിന്ന് എടുക്കാണ്ട് ഇറങ്ങിയില്ല അല്ലേ? സീമാർട്ട് ഞങ്ങൾക്ക് വേണ്ടെന്നായിരുന്നു അല്ലേ? സീമാർട്ടിന് ഇല്ലാന്നല്ല, ഞങ്ങൾ എടുക്കാത്തതാണ് സീമാർട്ടിൽ നിന്ന്. ബഡ്ജറ്റിൽ മതി എന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് യൂസ് ചെയ്യാറില്ല. ഹെവി ആയിട്ട് ഞാനൊന്നും ചൂസ് ചെയ്യാം. എൻ്റെ എൻഗേജ്മെൻറ്റ് വരാൻ 3000 ഇതാണ്. അപ്പം റിസപ്ഷൻ ആയാലും ഒത്തിരി ബഡ്ജറ്റ് വേണ്ട, പിന്നെ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ആ റേഞ്ചിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് കിട്ടത്തില്ല. ഓരോരോ കട ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് എടുത്തോണ്ട് ഞാൻ ഡാർക്ക് കളർ കൊള്ളാം അല്ലേ? அதுன்னு எடுப்பீங்களா? சேல்ஸ்மேன் என்ன கடி இது இந்த சாரிக்கு மேட்ச் ஆகுற மாதிரி கொஞ்சம் எடுத்து இந்த பச்சியோட அது எடு அது அண்ணா கொஞ்சம் பெட்டரா காமிங்க உங்க இது லேட்டா ஃபர்ஸ்ட் ஃபுட் അത് സ്റ്റൂൾ എടുക്കുന്നില്ല പക്ഷെ ഫണ്ണി എവിടെയാണ് നിങ്ങളിപ്പോൾ പോയിട്ട് വരുന്നത്? ഞാൻ പാട്ട് പാടുന്ന കളിക്ക് കളിക്ക് ഇതിന്റെ ഞാൻ ഇത്രയും കണ്ടിട്ടില്ല.
പുതിയ ആള് ഇത് യാ ഞാനൊരു വൈൻഡപ്പ് ചെയ്യുന്നേ. ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ പർച്ചേസ് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ പറയുക, മാളിനെ ഒന്നുമേ പിടിച്ചില്ല. തലസ്ഥാനത്ത് ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് തലസ്ഥാനത്ത് കൂടെ ഷോപ്പിംഗ്. തലസ്ഥാനം എവിടെ? തലസ്ഥാനം എവിടെ? നല്ല മനസ്സ്, നന്മയുള്ള ലോകമേ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. യെസ്, ഇറ്റ്സ് 1:15. അവസാനമായിട്ട് ഞങ്ങളെത്തി. അമ്മയുടെ നന്മയുള്ള നല്ല മനസ്സ്, 1 മണിക്ക് വെള്ളം ഒഴിക്കണ മനസ്സ്. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് എന്തിനു പോകുന്നത്? ഒരിടത്ത് മാളൂന് ഡ്രസ് എടുക്കാൻ. ഈ വീഡിയോ കാണുന്നവരെല്ലാം വിചാരിക്കും ഈ പെണ്ണിന് ഇതേ ഡ്രസ് എടുത്തു. എറണാകുളത്ത് നിന്ന് കിട്ടിയില്ല, കടകളില്ല. അപ്പോ മാനുഫാക്ചറിങ് യൂണിറ്റ് ചെന്ന് ചെയ്ത് തന്നെ മേടിക്കണം. സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കും ഇവർ ഈ പെണ്ണിന് സ്ഥലം ഡ്രസ് കിട്ടിയില്ല എന്ത് ചെയ്യാൻ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെണ്ണിന്റെ സൈസിന് ഡ്രസ് കിട്ടിയില്ലെന്നല്ല, ഈ പെണ്ണിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. അവസാനം നിന്റെ അമ്മയുടെ പഴയ സാരിയെല്ലാം ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ, അതായിരിക്കും നല്ലത്. ഇത് കിടാതെ നീ അവസാനം നിന്നെ തന്നെ നാട്ടിക്കണം. നമ്മള് ഇത് കിടാതെ